നമസ്കാരം. നമ്മുടെ ഭാരതത്തിൻ്റെ പുണ്യം എന്ന് പറയാം നരേന്ദ്രമോദിജി. അതേ മൂന്നാമത്തെ മാൻഡേറ്റ് 12 വർഷം മറ്റോ ആയി, 2014 മുതൽക്ക്. അദ്ദേഹം ഭരണത്തിലിരിക്കുകയാണ്. ഇനിയും ഇപ്പോഴത്തെ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് മത്സരിക്കാൻ ഒരു പാർട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ഉയരമുള്ള, ആന്തരികവും ഭൗതികവുമായിട്ട് ഉയരമുള്ള ഒരു പാർട്ടി നേതാവും ഇന്ത്യയിലില്ല. ആയതുകൊണ്ട് തന്നെ നാലാമത്തെ മാൻഡേറ്റും അദ്ദേഹത്തിന് തന്നെ എന്നേ പറയാനാവും. ജനങ്ങളുടെ മാൻഡേറ്റ് നേരിട്ട് കിട്ടിയിട്ട് ഒരിക്കലും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ അവർ ഇന്ത്യ ഭരിക്കാൻ അടുത്തൊന്നും അതിനുള്ള സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാരെല്ലാം കരുതുന്നത്, ശത്രുക്കൾ പോലും കരുതുന്നത്. അങ്ങനെയുള്ള ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ, കേന്ദ്ര ഗവൺമെൻറ്റിനെ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിൽ അതിനെ തള്ളിക്കളയാൻ, മറിച്ചിടാൻ കഴിയില്ല എന്നുറപ്പായ സമയത്ത് അതിനെ അട്ടിമറിക്കാൻ പാകിസ്ഥാനിലേക്കും ചെയ്യുന്ന പോലെ. ഇന്ന് വന്നൊരു വാർത്തയുണ്ട്, പാകിസ്ഥാൻ്റെ പഴയ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ കിടന്ന് മരിച്ചുവെന്ന്. അത് സൈനിക വൃത്തങ്ങൾ അമേരിക്കയിലുള്ള പത്രപ്രവർത്തകന് ചോർത്തിക്കൊടുത്ത വിവരമാണ്. അതിപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞത് കേട്ടിട്ടില്ല, ഗവൺമെൻറ് കൺഫേം ചെയ്തതായിട്ടും കേട്ടിട്ടില്ല. അവിടത്തേക്ക് സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗവൺമെൻറ്റും അവിടെ സുസ്ഥാപിതമായിട്ടുള്ള ഭരണം അവർക്ക് നടത്താൻ പറ്റില്ല. ഒരുപക്ഷെ ആ മാൻഡേറ്റിൻ്റെ കാലാവധി ഇതായിരിക്കും, പക്ഷെ അപ്പോഴും ഭരിക്കുന്നത് പട്ടാളമായിരിക്കും. പട്ടാള ഭരണം, വ്യക്തികളുടെ ഭരണം, അല്ലെങ്കിൽ പാർട്ടികളുടെ ഭരണം. ഒരു പാർട്ടി ഭരിക്കുന്നു, അടുത്ത പാർട്ടി വരുമ്പോൾ ഈ പാർട്ടിയുടെ നേതാവിനെ കൊല്ലുന്നു, അങ്ങനെ നിരക്കപ്പരക്കാത്. പക്ഷേ നമ്മളിവിടുത്തെ സ്ഥിതി അതല്ല. കൃത്യമായിട്ട് ലോകം അത്ഭുതത്തോടുകൂടി നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കുന്നു. കോടിക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ്. വലിയ സന്നാഹം വേണം, സൈനിക സന്നാഹം തന്നെ വേണം, അത് നടത്തുന്നു. അതിലൂടെ വോട്ട് എണ്ണിയിട്ടാണ് നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുന്നത്. അതിൽ കുറേ പൊട്ടന്മാരുണ്ട്. അവർ പറയുന്നൊരു കാര്യം, ബാലറ്റ് പേപ്പർ വേണം. എവിടെയാണെന്ന് അറിയാമോ? BJP ജയിക്കുന്നിടത്ത് ബാലറ്റ് പേപ്പർ വേണം. ബാലറ്റ് പേപ്പർ വേണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. കേരളത്തിൽ LDF വരുന്നുണ്ട്, UDF വരുന്നുണ്ട്. ഇതെല്ലാം ബാലറ്റ് വെച്ചിട്ടാണ്. കർണാടകത്തിൽ ബാലറ്റല്ല, തിരഞ്ഞെടുപ്പ് മെഷീൻ വെച്ചിട്ടാണ്, വോട്ട് യന്ത്രം വെച്ചിട്ടാണ്. കർണാടകത്തിൽ ഇതേ വോട്ട് യന്ത്രം വെച്ചിട്ടാണ് BJP അധികാരത്തിൽ വന്നത്. ഇതേ വോട്ടിംഗ് യന്ത്രം വെച്ചിട്ടാണ് BJP അധികാരത്തിൽ പോയത്. അവർ രാജസ്ഥാനിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്. ഇതേ വോട്ടിംഗ് യന്ത്രം വെച്ചിട്ടാണ് എത്രയോ വർഷങ്ങളായിട്ട്, 10-30 വർഷങ്ങളായിട്ട് CPM-ഉം അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ്സൊക്കെ ബംഗാളിൽ ഭരിച്ചത്. പക്ഷെ ഇപ്പോൾ പറയുന്ന വോട്ടിംഗ് യന്ത്രത്തിൽ ചില സൂത്രപ്പണികൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് BJP ജയിച്ചത്. അപ്പോൾ BJP ജയിച്ചാൽ സൂത്രപ്പണി, വോട്ടിംഗ് യന്ത്രത്തിനകത്ത് സൂത്രപ്പണി, അത് മാറ്റണം. BJP തോറ്റു കഴിഞ്ഞാൽ വോട്ടിംഗ് യന്ത്രത്തെ മാലയിട്ട് സ്വീകരിക്കാൻ ആൾക്കാർ തയ്യാറാണ്. എനിവേ, അതൊക്കെ ഒരു തരം മിഥ്യാധാരണയാണ്. കാരണം വോട്ടിംഗ് യന്ത്രത്തിനകത്ത് അത് എല്ലാവരെയും മുമ്പിൽ വെച്ച് അതിനൊരു പർട്ടിക്കുലർ വോട്ട് ചെയ്ത് അത് തെറ്റല്ലെന്ന് തെളിഞ്ഞ് 3 വട്ടം അവർ തെളിയിച്ച് പിന്നെ ആ വോട്ടിംഗ് യന്ത്രം ആർക്ക് പോലും തൊടാൻ കഴിയില്ല. അതിൻ്റെ എപ്പോഴും കാവൽക്കാരുണ്ടായിരിക്കും. എല്ലാ പാർട്ടികളിൽ നിന്നും, പോലീസുകാരിൽ നിന്നും, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അവിടെ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവർക്ക് പിന്നെ വേറെ ആൾക്കാർ തൊടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ് വ്യവസ്ഥാപിതമായ രീതിയിൽ, കൺവെൻഷനായിട്ടുള്ള രീതിയിൽ അധികാരത്തിൽ കയറിയിട്ടുള്ളത് നരേന്ദ്രമോദി. അപ്പോൾ അതിന് അദ്ദേഹത്തെ നേരിട്ട് വോട്ട് ചെയ്തിറക്കാൻ കഴിയില്ല. അപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ആസൂത്രിതമായിട്ടുള്ള ഗൂഢശ്രമങ്ങൾ നടത്തിയിട്ട് അട്ടിമറിച്ചിടുക. അതിനുവേണ്ടി മുമ്പിൽ നിൽക്കുന്നതാണ് ഇവാഞ്ചലിസ്റ്റുകൾ, പ്രഘോഷണം നടത്തുന്ന ആൾക്കാർ, സുവിശേഷകന്മാർ, ക്രിസ്ത്യാനികളുടെ. അവർ ഇസ്ലാമിസ്റ്റുകൾ.
ഇവരൊക്കെ ഇപ്പോൾ മറ നീക്കി അവർ പുറത്തു വന്നിരിക്കുകയാണ്. പണ്ടൊക്കെ രഹസ്യമായിട്ടായിരുന്നു, ഇപ്പോൾ മറ നേരിട്ട് തന്നെയാണ് അവർ ആക്രമിക്കുന്നത്. കാരണം അവരുടെ കള്ളക്കളി നടക്കില്ല. പുറത്തുനിന്ന് വരുന്ന പണം, ആ പണത്തിന് കണക്ക്, നിങ്ങൾ ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കി നാട്ടിലേക്ക് അയക്കുമ്പോൾ കണക്കില്ലെന്നാണോ വിചാരിച്ചത്? നിങ്ങളുടെ പണം ബാങ്ക് വഴിക്കേ വരാൻ പാടുള്ളൂ, നേരിട്ട് കൊണ്ടുവരാൻ പാടില്ല. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ നേരിട്ട് 25,000 രൂപ കൂടുതൽ കൊണ്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ സ്പെഷ്യൽ അനുമതി വേണം. ആയതുകൊണ്ട് തന്നെ അവിടുന്ന് പൈസ അയക്കുമ്പോൾ ഇത് കണക്കിൽ പെട്ട് കഴിഞ്ഞു. പക്ഷേ FCRA അവർ പറഞ്ഞതെന്താ, അതിലൊന്നും കണക്ക് വയ്ക്കാൻ പാടില്ല എന്ന്. ഇപ്പോൾ സ്പെഷ്യൽ കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. അവർക്ക് പറയാൻ പറ്റുമോ? അവർക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചു കൊണ്ടുവരാം, അതെങ്ങനെ വേണമെങ്കിൽ വിനിയോഗിക്കാം, അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ ഏതായാലും ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഇവാഞ്ചലിസ്റ്റുകൾ, അവർ ഇസ്ലാമിസ്റ്റുകൾ വലിയ തോതിൽ ഇതിനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. BJP നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ BJP നയിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കരുത്തരായിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ്. നമുക്കറിയാം, നരേന്ദ്രമോദിജി. അദ്ദേഹത്തിൻ്റെ ഭരണകൂടം ഭാരതത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിലും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നയിക്കുന്ന സമയത്ത് അത് കണ്ടുകൂടാ. ഇസ്ലാമിസ്റ്റുകൾ, ഇവാഞ്ചലിസ്റ്റുകൾ അവരുടെ അജണ്ട നടപ്പാക്കാൻ കഴിയില്ല. ഇനി രീതിയിൽ ഇനിയും കുറച്ചുകൂടി മാൻഡേറ്റ്, ഇനി 5 വർഷം മാൻഡേറ്റ് ഇനിയും കിട്ടുകയാണെങ്കിൽ അവർക്ക് നാടൻ ഭാഷ പറഞ്ഞാൽ ഇരിക്കപ്പുറതിയില്ലാത്ത അവസ്ഥ വരും ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റുകൾക്ക്. അതോ കൃത്യമായിട്ട് പറഞ്ഞാൽ ക്രൈസ്തവ സഭയ്ക്കും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകൾക്കും. അപ്പോൾ അവരുടെ അജണ്ട ഒരിക്കലും രാജ്യത്തിൻ്റെ അഭ്യുന്നതിയെക്കുറിച്ചുള്ള വേവലാതിയിൽ നുരുത്തിരിയുന്ന അജണ്ടയല്ല. അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണം, ധനമുണ്ടാക്കുക, അതിനുവേണ്ടി രാജ്യത്തെ ഉറ്റുകൊടുക്കുക, രാജ്യത്തിൽ കലാപങ്ങൾ സൃഷ്ടിക്കുക, രാജ്യത്തിന് വ്യവസായപരമായിട്ടുള്ള ഭരണകൂടങ്ങളെ തല്ലി തകർക്കുക. എന്നാൽ മാത്രമാണ് അവർക്ക് അവരുടെ കാര്യം യാതൊരു വിധത്തിലുള്ള ശല്യവുമില്ലാതെ ബാഹ്യശക്തികളുടെ സമ്മർദ്ദമില്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആയതുകൊണ്ട് തന്നെ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുപ്രചരണങ്ങൾ, കലാപസമാനമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ക്രൈസ്തവ സഭയുടെ നേതാക്കന്മാരും ഇസ്ലാമിസ്റ്റുകളും. ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് നിലനിൽക്കേണ്ടത് ഓരോ ദേശസ്നേഹികളുടെ ആവശ്യമാണ്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം, 85 മേലെയോ അതിനോടനുബന്ധിച്ച് ഹൈന്ദവ സമൂഹം എവിടെയുണ്ട്. ആ ഹൈന്ദവ സമൂഹം ഈ കടമ ഏറ്റെടുത്തേ പറ്റൂ, ഏറ്റെടുക്കുന്നുമുണ്ട്. ഒരിക്കലും സംഘപരിവാർ സർക്കാർ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഗ്രൂപ്പുകൾ, BJP എന്ന രാഷ്ട്രീയ ഗ്രൂപ്പ്, അതൊന്നും കേരളത്തിൽ ചിലവാവില്ല. ആ പരിപ്പൊന്നും കേരളത്തിൽ വേവില്ല. എന്നിട്ടിപ്പോൾ 3 പേര് അവിടെ MLA-മാരാണ്. കേരളത്തിൽ 3 പേര് MLA-മാരായി എന്ന് പറഞ്ഞാൽ അർത്ഥം 30 പേരായി എന്നാണ്. അത്രത്തോളം ഒരിക്കൽ പോലും ആ ചന്ദ്രനും സൂര്യനും നിലനിൽക്കുന്നിടത്തോളം BJP-ക്കാർക്ക് നിയമസഭയിൽ കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നത്. അത് മാറിയല്ലോ, ഇപ്പോൾ 3, നാളെ എത്രയായിരിക്കും? അപ്പോൾ ഏതായാലും കേരളം പോലും വാസ്തവത്തിൽ ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ അപചയം, അതിനെ നേരിടാനുള്ള ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. ഭാരതത്തിൻ്റെ സംസ്കാരവും സംസ്കൃതിയും കാത്തു സൂക്ഷിക്കേണ്ട കടമ ഇപ്പോൾ ഹൈന്ദവരുടേതാണ്. കാരണം അവർ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള അതിൻ്റെ സംസ്കൃതി ഇഷ്ടപ്പെടുന്നത്. ഇവിടെ ഒരു കോൺവെക്കേഷൻ ചടങ്ങ് നടന്നു. ആ നടക്കുന്ന സമയത്ത് അവിടെ പാടിയത്, നിങ്ങൾ ഇവിടുത്തെ പഠനമെല്ലാം കഴിഞ്ഞ് പോകുകയാണ്, പഠനമെല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വാർത്ഥ ചിന്തകൾ വെടിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിന്, ആ ചുറ്റുള്ള സമൂഹത്തിന്, അവസാനം ഈ രാജ്യത്തിന് വേണ്ടുന്ന വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സത്യം വദ ധർമ്മം ചര, സത്യത്തിലൂടെ ധർമ്മത്തിലൂടെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞ് തൈത്തിരീയോപനിഷത്തിലെ ശിക്ഷാവല്ലിയിലെ 11ാമത്തെ അനുവാകം ചൊല്ലിയതിന് പോലും ഇവിടെ ഈ ഇവാഞ്ചലിസ്റ്റുകളും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളും എന്താ പറഞ്ഞതെന്നറിയാമോ? പൂജ നടത്തിയെന്ന്. നിങ്ങൾ അമേരിക്കയിൽ പോയി അമേരിക്കൻ ഇംഗ്ലീഷിലാണ് ഇത് പറയുക. വെൽറ്റാറ്ററി ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോകാൻ പോവുകയാണ്, നമ്മളൊരു 5-6 വർഷം ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് കളിച്ചു ചിരിച്ചു, ഇനി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പോയാലും
ഈ കോളേജിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങളതിൻ്റെ മഹിമകൾ കാത്തുസൂക്ഷിക്കണം. നിങ്ങൾ സത്യസന്ധമായിട്ട് പെരുമാറണം. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് എന്നിത്യാദി ഉപദേശങ്ങൾ കൊടുക്കും. അവിടെ ഹിന്ദിയിലല്ല കൊടുക്കുക, അല്ലെങ്കിൽ സംസ്കൃതത്തിലല്ല കൊടുക്കുക. അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനത്തെ വെൽഡാറ്ററി ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ അവരുടെ ഭാഷയിലാണ് കൊടുക്കുക. ബ്രിട്ടനിലാണെങ്കിൽ ഫ്രാൻസിലാണെങ്കിൽ ഫ്രഞ്ച് ഭാഷയിലാണ് കൊടുക്കുക. ഇന്ത്യയിലെ ഏത് ഭാഷയിലാണ് കൊടുക്കേണ്ടത്? ഇന്ത്യയുടെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഭാഷ അത് സംസ്കൃതമാണ്. സംസ്കൃതത്തിൻ്റെ ലയനമില്ലാത്ത ഒരു ഭാഷയും ഇന്ത്യയിലില്ല. നമ്മളങ്ങനെ പറയാറുണ്ട്. അച്യുതാനന്ദൻ സംസ്കൃതമാണ്, വിജയൻ സംസ്കൃതമാണ്, ഉമ്മൻചാണ്ടി സംസ്കൃതമല്ല അല്ലേ? ഓക്കെ. മാതൃഭൂമി സംസ്കൃതമാണ്, വിദ്യാലയം, പാത്രം, നേത്രം, പിതാവ്, മാതാവ് ഒക്കെ സംസ്കൃതമാണ്. ഇവിടെ ഉണ്ടായിരുന്ന പഴയകാല മലനാട്ട് തമിഴിനകത്ത് സംസ്കൃതം വന്നുകൂടി മണിപ്രവാളമായി അതിൽ നിന്നാണ് മലയാളം ഉരുത്തിരിയുന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മളുടെ മാതൃഭാഷ പറയുമ്പോൾ നമ്മളുടെ ഭാഷകളുടെ മാതാവും അത് സംസ്കൃതമാണ്. ആ സംസ്കൃതത്തിൽ എന്താ പറഞ്ഞത്? ആ ദേവിയെ പൂജിക്കണം, ഈ ദേവിയെ പൂജിക്കണം എന്നല്ല പറഞ്ഞത്. അവിടെ പറഞ്ഞത് കോൺവെക്കേഷൻ ചടങ്ങിൽ പറഞ്ഞത് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ജീവിക്കണം. അത് സംസ്കൃതത്തിൽ പറഞ്ഞ് വലിയ തെറ്റാണ് എന്ന് പറയുകയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം ഒരു ഷെമാ മുഹമ്മദ് ഉണ്ട്. അവർക്കും പൊട്ടിത്തെറിച്ചു. അവർ പറഞ്ഞത് ഗായത്രി മന്ത്രമാണെന്നാണ് പറഞ്ഞത്. ഗായത്രി മന്ത്രം വേറെ, ഇത് വേറെ. ഇനി ഗായത്രി മന്ത്രമാണെങ്കിൽ അതിനെന്താ പറയുന്നത്? സവിതാവ് വിളിച്ചുണർത്തുന്നവനോട് പറയുകയാണ്, സൂര്യനോട് പറയുകയാണ്, ദാ വീണ്ടും ഞങ്ങൾക്കൊരു ദിനം കിട്ടിയിരിക്കുകയാണ്. നല്ല ബുദ്ധി, നല്ല ചിന്ത, നല്ല കാഴ്ച എനിക്കുണ്ടാവട്ടെ. അത് സംസ്കൃതത്തിൽ പറഞ്ഞപ്പോൾ എന്തായി? അവരുടെ പൂജാകർമ്മങ്ങൾ മറ്റുള്ള പൂജയ്ക്കൊന്ന് ഉപനിഷത്തുകളല്ല ഉപയോഗിക്കുന്നത്. അവിടെ പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് സന്യാസിമാരോട് പോയിട്ട് പറയുന്നത്. എന്നോട് പലരും പറയും, നിങ്ങൾ ഹിന്ദു മതത്തിന് വേണ്ടിയിട്ട് ഹിന്ദു മതത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ. ഏത് ജന്തുമതത്തിൻ്റെ കാര്യം? ഞാൻ ഈ വസ്ത്രം ധരിച്ച് ഹിന്ദു മതത്തിൻ്റെ കാര്യം പറയാനൊന്നുമല്ല, സനാതനധർമ്മത്തിൻ്റെ കാര്യം പറയാനാ. ഈ സനാതനധർമ്മം മുഴുവൻ പറയാറില്ല ഇവിടുത്തെ ഹിന്ദു പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക്. സാധനധർമ്മം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ രീതി അവിടെ പോയിട്ട് തപസ്സിരിക്കലോ ധ്യാനനിരതരായിട്ടിരിക്കലോ ഒന്നുമല്ല ഞങ്ങളുടെ രീതി. അത് ദാറ്റ് ഈസ് ടു ബി നോൺ റിയലി. അത് ഒരിക്കൽ പോലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനോ അല്ലെങ്കിൽ കർമ്മ പദ്ധതികൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. കർമ്മ പദ്ധതികളെയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ അറിവില്ലാത്ത ആൾക്കാരാണ് വാസ്തവത്തിൽ ഇവിടെ ഇസ്ലാമിസ്റ്റുകൾ, അതുപോലെ തന്നെ ജേർണലിസ്റ്റുകൾ, മറ്റേ ഇവാഞ്ചലിസ്റ്റുകളൊക്കെയും പറയുന്നത്. ഇപ്പോൾ അവിടെ നടന്നത്, കോൺവെക്കേഷൻ ചടങ്ങിൽ നടന്നത് പൂജാവിധിയാണെന്ന് പറഞ്ഞത്. എനിവേ, അത് മറ്റൊരു വിഷയം. ലോകത്തിപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം ജനസംഖ്യ കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്തുള്ള ഹിന്ദുക്കളുടെ ഒരേ ഒരു രാജ്യം ഭാരതമാണ്. ആ ഭാരതത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ മഹിമയുണ്ട്. ഭാരതം എന്നുള്ള പേര് തന്നെ അവിടുന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത് ഭാസി രതി ഇതി ഭാരതം എന്നാണ്. വെളിച്ചത്തിൽ രമിക്കുന്ന ഭാരതം. സാമ്പത്തികം കുറവായിരിക്കും, പക്ഷെ അവർ ധർമ്മത്തിൽ അതിൽ അഭിരുചി ഉൾക്കൊണ്ടുകൊണ്ട് അതിലൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. വെളിച്ചത്തിൽ അതിൽ രമിക്കുന്ന ആൾക്കാരെയാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ ആ വെളിച്ചം നമുക്ക് പകർന്നു തരുന്ന വേദവേദാന്തങ്ങളും നമ്മളുടെ സംസ്കാരത്തെ ഉദ്ഘോഷിക്കുന്ന പ്രമാണങ്ങളും അതിനെ മുന്നോട്ട് കൊണ്ടുവരിക തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഇവിടുത്തെ മണ്ണിനെ കാത്തുസൂക്ഷിക്കേണ്ട ആവശ്യമില്ല. മണ്ണാരും ഇവിടുത്തെ കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇന്ത്യ പറയുന്ന സമയത്ത് അത് കുറേ ഒരു മണ്ണും മലയും മറ്റുള്ള കാര്യങ്ങളല്ല, അവിടുത്തെ സംസ്കാര പദ്ധതിയാണ്. അതിനെ സൂക്ഷിച്ചേ മതിയാകൂ. ആ ഒരു കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ വലുതായിട്ടുള്ള സംഭാവനകളാണ് നൽകുന്നത്. അതാണ് ഇവിടെ പല ആളുകൾക്കും ചൊറിയും കടിയും വരാനുള്ള കാരണവും അതാണ്. ഹൈന്ദവ സംസ്കാരം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രം ആണ്. ആ നിലയിൽ ഹിന്ദുക്കൾ ഇന്നത്തെ അവസ്ഥയിൽ, കാരണം എന്താണ്, മറ്റുള്ളവർ അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരല്ലാത്തവരെ മുഴുവൻ അവർ തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ ഹിന്ദുക്കൾ, ഹൈന്ദവ സംസ്കാരം ഇന്നും എല്ലാത്തിനും ഉൾക്കൊള്ളുന്നൊരു പ്രത്യയശാസ്ത്രം അതാണ് കൊണ്ടു നടക്കുന്നത്. അതിപ്പോൾ അവർക്ക് തന്നെ അവരുടെ ബലഹീനതയ്ക്ക് അടിസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. അവരെ ഭീഷണിപ്പെടുത്തുന്നു, പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും നടത്തുന്നു. അങ്ങനെ മറ്റുള്ള മതത്തിന് ആളുകൾക്ക് കടന്നാക്രമിക്കാൻ കഴിയുമെന്ന് ധാരണയുള്ള ആ ഒരു അവസ്ഥയിൽ ഹിന്ദുമതം എത്തിയിട്ടുണ്ട്. ആർക്കും എന്ന് പറയാം. കേരളത്തിൽ അത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിലുള്ള ആളുകൾക്ക് എവിടെയെങ്കിലും ഒരു പ്രസംഗം നടത്തി കഴിഞ്ഞാൽ
ഓപ്പൺ മീഡിയയിൽ എന്തെങ്കിലും കുറിച്ചിട്ട് കഴിഞ്ഞാൽ ജയിലിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പം എൻ്റെ കാര്യം ഏതാണ്ട് തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട്. കോടതി വിളിച്ചാൽ കുറ്റം സമ്മതിക്കും, ഞാൻ ജയിലിൽ പോകും. അത് നമ്മളതിന് ഒരുങ്ങിയിരിക്കുകയാണ് വാസ്തവത്തിൽ. കാരണം ഇന്നത്തെ സ്ഥിതി അതാണ്. അപ്പോൾ ഇവിടെ ഈ മറ്റു മതസ്ഥർക്ക് എളുപ്പം കടന്നാക്രമിക്കാൻ കഴിയുമെന്നുള്ള ധാരണ ഇപ്പോൾ ആർക്കേലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. കുറേ കാലം അതായിരുന്നു. പക്ഷേ ഹിന്ദുക്കൾ മനസ്സിലാക്കാൻ തുടങ്ങി. വടക്കേ ഇന്ത്യയിൽ ഹൈന്ദവർ വലിയൊരു ഏകീകരണം നടത്തി കഴിഞ്ഞു. കേരളത്തിലും മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഹിന്ദുക്കളുടെ ഏകീകരണം നടന്നു വരികയാണ്. കോൺഗ്രസ് നമുക്കെല്ലാവർക്കും അറിയാം, അവർക്ക് വേണ്ടത് നോട്ടാണ്, അതിന് വേണ്ടത് വോട്ടാണ്. അതിനുവേണ്ടി ന്യൂനപക്ഷ ആളുകളുടെ പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും കുടുംബ പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറി. അവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ വന്ന ഗവൺമെൻറ് കാണുന്നുണ്ട്, ദിവസം ഒരു പരിപാടിയിലും പള്ളിയിലായിരിക്കും. മറ്റേ ഗവൺമെൻറ് പരിപാടിയാണെങ്കിലും അതിൽ മറ്റെന്തെങ്കിലും തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പരിപാടിയാണെങ്കിലും അവിടെ ഒരിക്കൽ പോലും ഒരു സന്യാസിയെ കാണില്ല. പക്ഷെ അവിടെ ഒരു പള്ളിയിലച്ഛനെ കണ്ടേ മതിയാകൂ, ഒരു തൊപ്പിക്കാരനെ കണ്ടേ മതിയാകൂ. അതിവിടുത്തെ കീഴ്വഴക്കമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഹിന്ദുക്കൾ പലരും അവരുടെ ഒരു സഹിഷ്ണുത വെച്ചുകൊണ്ട് എന്തേലും ആവട്ടെ എന്ന് കരുതിയിരിക്കുകയാണ്. എത്ര കാലം അത് പറ്റുമെന്ന് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ഏതായാലും. മാത്രമല്ല, ഇപ്പോൾ ചാനലുകളിലൊക്കെ അവതാരകന്മാർ, അതുപോലെ തന്നെ പുറത്തു പോയിട്ട് ന്യൂസ് പിടിച്ച് പറയുന്ന ആൾക്കാർ, ന്യൂസ് വിളിച്ചു പറയുന്ന ആൾക്കാർ മുഴുവൻ അതിൽ 100 പേരെടുത്താൽ 5 പേരുണ്ടാവുള്ളൂ ഹിന്ദുക്കൾ. ആ രീതിയിൽ സിനിമയുടെ കാര്യമൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. നമുക്കറിയാം, മട്ടാഞ്ചേരി മാഫിയയുടെ കാര്യമൊക്കെ അറിയാലോ. ഏതായാലും കമ്മ്യൂണിസ്റ്റുകൾ മറ്റൊന്നുകൂടിയുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾ തങ്ങളുടെ അസ്തിത്വം നിലനിർത്തി പോന്നിരുന്നത് ഹൈന്ദവരുടെ ബലത്തിലായിരുന്നു അവർ നിലനിർത്തി പോന്നിരുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇസ്ലാമിസ്റ്റുകൾ കുടിയേറിയത് തിരിച്ചറിഞ്ഞ് ഹൈന്ദവരെന്ത് ചെയ്തു? ആ പാർട്ടിയിൽ നിന്ന് അകലാൻ തുടങ്ങി. എല്ലാ വിധത്തിലുള്ള സാമൂഹിക തിന്മകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നൊരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. നരേന്ദ്രമോദി ഗവൺമെൻറ് തന്നെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് കർട്ടൻ്റെ പുറയിൽ മുമ്പിൽ നിന്ന് വലിയ കളികൾ കളിക്കുന്നുണ്ട്. രാജ്യവിരുദ്ധരായിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് നിന്നുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വം അവരുടെ കളി വേറെ. അതിൻ്റെ മുന്നണി പോരാളിയായിട്ട് പ്രവർത്തിക്കുന്ന ഡീപ്പ് സ്റ്റേറ്റ് ഇവാഞ്ചലിസ്റ്റുകൾ, ജിഹാദികൾ, അർബൻ നക്സലുകൾ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായിട്ട് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്ന നാഷണൽ കോൺഫറൻസ്, പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ്, കാനഡയിലും ബ്രിട്ടനിലിരുന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ സിഖ് സംഘടനകൾ എന്ന് വേണ്ട ഇപ്പോൾ പാർട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ മുതൽ പെരുമ്പാമ്പ് വരെയുള്ളവരുടെ വലിയ കൂട്ടായ്മയാണ് മോദി ഗവൺമെൻറ്റിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയായിട്ട് പോലും മോദി ഗവൺമെൻറ് എന്ന് പറയുന്ന വബുസിൻ്റെ ഏതെങ്കിലും ഒരു ഗുദദ്വാരത്തിൻ്റെ ഭാഗത്തെങ്കിലും ഒരു ശ്മശ്രു നുള്ളിയെടുക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ഓരോ 5 വർഷം കൂടുമ്പോഴും കൃത്യമായിട്ടുള്ള മാൻഡേറ്റ് നരേന്ദ്രമോദിക്ക് ഇവിടെ ഹിന്ദുക്കൾ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഹിന്ദു ഉണരുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണവും നമുക്ക് പ്രകടിതമായിട്ടുള്ള ലക്ഷണവും അതുതന്നെയാണ്. ഭാരതത്തിലെ സനാതനധർമ്മ വിശ്വാസികളും മറ്റ് രാജ്യസ്നേഹികളും ഈ പ്രതിസന്ധിയെ നേരിടാൻ സടകുടഞ്ഞ് എഴുന്നേറ്റേ മതിയാകും. ഇപ്പോഴും പരിപൂർണ്ണമായിട്ടില്ലെന്ന് മാത്രം അവർ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു. ഛിദ്രശക്തികളെ നേരിടാൻ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഇവിടെ ഓപ്പൺ മീഡിയ ഉണ്ടല്ലോ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, മറ്റ് സാമൂഹിക മാധ്യമങ്ങൾ വഴി രാജ്യവിരുദ്ധർക്ക് തക്കതായിട്ടുള്ള താക്കീത് കൊടുക്കണം. അവിടെ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. ഏതായാലും ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് ഉടനെ ചാടിക്കേറി വന്ന് ഭയം കൊണ്ടാണ്. കാരണം അവർക്കറിയാം ഹിന്ദു ഇവിടെ ഉറങ്ങിക്കിടക്കുകയായിരിക്കും. അവർക്ക് സഹിഷ്ണുത കൂടുതലാണ്. കാരണം അവർക്കറിയാം ഇവിടെ ഹിന്ദുക്കൾക്കൊന്നും തൽക്കാലം സംഭവിക്കാൻ പോകില്ലെന്ന്. പക്ഷേ ഇസ്ലാമിസ്റ്റുകളുടെ സ്ഥിതിയല്ല, ഓരോ നിമിഷം പേടിച്ചാണ് കഴിഞ്ഞു കൂടുന്നത്. ആയതുകൊണ്ട് തന്നെ നീർക്കോലി വന്നാലും ഒരു അയ്യോ നിലവിളിക്കുന്നത് രാജവമ്പാരാന്ന് പറഞ്ഞ് ആരുടെ പോസ്റ്റ് ഇട്ട് അതിൻ്റെ അതിൽ 1000 പേര് ഒറ്റയടിക്ക് എഴുതും കള്ളനാണ്. ഇത് വായിക്കുന്നവർ അവരുടെ 1000 കമൻറ്റുകളുടെ താഴെ അയാൾ കള്ളനല്ലെന്ന് പറയാൻ അവരോട് തയ്യാറാകുന്നില്ല. ആയതുകൊണ്ട് തന്നെ ഇപ്പം ജനങ്ങളുമായിട്ട് സംവദിക്കുന്നത് പണ്ട് നേരിട്ട് പ്രസംഗം നടത്തിയിട്ടായിരുന്നു. ഇന്നിപ്പോൾ അതങ്ങനെയല്ല. ഈ ഛിദ്രശക്തികളായിട്ടുള്ള ആളുകൾ അവരെ നേരിടാൻ
അവരവർക്ക് കഴിയുന്ന രീതിയിൽ ഈ ഫേസ്ബുക്ക് ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, ഇൻസ്റ്റഗ്രാം ആകട്ടെ, എക്സോ അങ്ങനെ എന്തൊക്കെയുണ്ടല്ലോ, അത് മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വിരുദ്ധർക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കണം. അവരവർക്ക് കഴിയാവുന്ന രീതിയിൽ. ഇതാണിപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ രാജ്യസ്നേഹികളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഭാരത് മാതാ കി ജയ്. ജയ് ശ്രീറാം. നമസ്കാരം.